Dear students, today we are going through the lesson Project Tiger. It is a memoir written by Satyajit Ray. First, look at the lines above the title. Here is an article by Satyajit Ray. This Satyajit Rayയുടെ ഒരു പ്രബന്ധമാണ്. One of the greatest filmmakers. അറിയാലോ, അയാൾ ഒരു പ്രശസ്തനാകുന്ന സിനിമാ നിർമ്മാതാവാണ്. On how he managed to shoot the scenes of a film which included a tiger. ഒരു ടൈഗർ ഉൾക്കൊള്ളുന്ന തൻ്റെ സിനിമയിലെ ചില സീനുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ അയാൾക്കുണ്ടായിരുന്ന അനുഭവങ്ങളാണ് അയാൾ പറയുന്നത്. നമുക്ക് പ്രൊഫൈലൊന്ന് ചെക്ക് ചെയ്യാം. സത്യജിത് റേ വാസ് ബോൺ ഇൻ 1921 and he was an Indian filmmaker. Ray was drawn into independent filmmaking. ഇയാൾ സ്വന്തമാകുന്ന സിനിമ നിർമ്മാണത്തിലേക്ക് എത്തിച്ചേരുന്നത് ആഫ്റ്റർ മീറ്റിംഗ് ഫ്രഞ്ച് ഫിലിം മേക്കർ ജാൻ റെനോയർ. ഫ്രഞ്ച് സിനിമാ നിർമ്മാതാവാകുന്ന ജാൻ റെനോയറിനെ കണ്ടുമുട്ടിയതിനു ശേഷവും ആൻഡ് വ്യൂവിംഗ് വിറ്റോറിയോ ഡി സിക്കാസ് ഇറ്റാലിയൻ നിയോ റിയലിസ്റ്റ് 1948 ഫിലിം ബൈസിക്കിൾ തീവ്സ്. ഈ സിനിമയും കണ്ടതിനു ശേഷമാണ് റേ ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കിങ്ങിലേക്ക് എത്തിച്ചേർന്നത്. റേ ഡയറക്റ്റഡ് 36 ഫിലിംസ്. ഇയാൾ 36 സിനിമകൾ സംവിധാനം ചെയ്തു, ഇൻക്ലൂഡിങ് ഫീച്ചർ ഫിലിംസ്. അതിനകത്തുള്ളതാണ് ഫീച്ചർ ഫിലിംസ് ഉണ്ട്, ഡോക്യുമെൻ്ററീസ് ഉണ്ട്, ഷോർട്ട് ഫിലിംസ് ഉണ്ട്. ഹി വാസ് ഓൾസോ എ ഫിക്ഷൻ റൈറ്റർ. ഇയാളൊരു സ്റ്റോറി എഴുത്തുകാരൻ കൂടെ ആയിരുന്നു, പബ്ലിഷറായിരുന്നു, ഇല്ലസ്ട്രേറ്റർ ആയിരുന്നു, കാലിഗ്രഫർ മീൻസ് നല്ല മനോഹരമാകുന്ന കൈയക്ഷരത്തിന് ഉടമയും കൂടെ ആയിരുന്നു, മ്യൂസിക് കമ്പോസറായിരുന്നു, ആൻഡ് ഫിലിം ക്രിട്ടിക്ക്, സിനിമാ നിരൂപകൻ കൂടെ ആയിരുന്നു. ഹി ഹാസ് ഓൾസോ ഓതേർഡ് സെവറൽ ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് നോവൽസ്. കുറേ അധികം ഷോർട്ട് സ്റ്റോറീസും നോവൽസും ഇയാളായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. പ്രൊജക്ട് ടൈഗർ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു മെമ്മോയർ ഉണ്ട്. മെമ്മോയർ മീൻസ് ഓർമ്മക്കുറിപ്പാണ്. ചൈൽഡ്ഹുഡ് ഡേയ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിൽ നിന്ന് എടുത്തതാണ് പ്രൊജക്ട് ടൈഗർ എന്നുള്ള ഈ ഒരു ആർട്ടിക്കിൾ. ഫസ്റ്റ് പാരഗ്രാഫിൽ നോക്കാം. നോ വൺ ക്യാൻ ബീറ്റ് ഹോളിവുഡ് വെൻ ഇറ്റ് കംസ് ടു മേക്കിംഗ് ഫിലിംസ് വിത്ത് ആനിമൽസ് ഇൻ ദം. സത്യത്ര ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് തൻ്റെ ചാപ്റ്റർ ആർട്ടിക്കിൾ ആരംഭിക്കുന്നത്. ആർക്കും തന്നെ ഹോളിവുഡ് സിനിമയെ തോൽപ്പിക്കാനാവില്ല. ബീറ്റ് മീൻസ് ഡിഫീറ്റ്, തോൽപ്പിക്കുക. വെൻ ഇറ്റ് കംസ് ടു മേക്കിംഗ് ഫിലിംസ് വിത്ത് ആനിമൽസ് ഇൻ ദം. അതിനകത്ത് മൃഗങ്ങളെ കഥാപാത്രമായി വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയിൽ ആർക്കും തന്നെ ഹോളിവുഡ് സിനിമയെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ഹോളിവുഡ് എന്താണ്? ഹോളിവുഡ് ഈസ് എ പ്ലേസ് ഇൻ ലോസ് ഏഞ്ചൽസ്, കാലിഫോർണിയയിൽ, അമേരിക്കയിലെ കാലിഫോർണിയയിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അവിടെയാണ് ഹോളിവുഡ് ഉള്ളത്. ദാറ്റ് ഈസ് കൺസിഡേർഡ് ദ സെൻറ്റർ ഓഫ് ദ മൂവി ഇൻഡസ്ട്രി ഇൻ US. അമേരിക്കയിലെ മൂവി ഇൻഡസ്ട്രിയുടെ കേന്ദ്രമായിട്ടാണ് ഹോളിവുഡ് അറിയപ്പെടുന്നത്. അത് ലോസ് ഏഞ്ചൽസിലാണ്, കാലിഫോർണിയയിൽ. ഐ റിമെമ്പർ ഫിലിംസ് ഇൻ മൈ ചൈൽഡ്ഹുഡ്. അടുത്ത നമുക്ക് നോക്കാം. ഞാൻ ഓർക്കുക എൻ്റെ കുട്ടിക്കാലത്ത് കണ്ട ചില സിനിമകൾ. ആൻഡ് ദർ വർ ക്വൈറ്റ് എ ഫ്യൂ ഓഫ് ദം. അതിനകത്ത് ചില സിനിമകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ദാറ്റ് ഹാഡ് ആൻ അൽസേഷ്യൻ കോൾഡ് റിൻ ടിൻ ടിൻ. അതിനകത്ത് ഒരു അൽസേഷ്യൻ നായ വെച്ചിട്ടുള്ള ഒരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. റിൻ ടിൻ ടിൻ എന്നാണ് ആ സിനിമയുടെ പേര്. നിങ്ങൾക്കിവിടെ കാണാവുന്നേ ഉള്ളൂ. അതിനകത്ത് സിനിമയുടെ പേര് ദ അഡ്വഞ്ചേഴ്സ് ഓഫ് റിൻ ടിൻ ടിൻ എന്നാണ് തന്നിരിക്കുന്നത്. നോക്കുക, ഇതിൽ ഈ റിൻ ടിൻ ടിൻ എന്നുള്ള ഈ സിനിമ, അഡ്വഞ്ചേഴ്സ് ഓഫ് റിൻ ടിൻ ടിൻ എന്നുള്ള ഈ സിനിമയിലുള്ള ഈ കഥാപാത്രം, ആ നായയുടെ അഭിനയം വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നിയെന്നാണ് സത്യജിത് റേ പറയുന്നത്. ദിസ് ഡോഗ്സ് ആക്ടിങ് വാസ് മോർ ഇംപ്രസീവ് ദാൻ എ ഹ്യൂമൻസ്. ഈ സിനിമയിൽ ഈ നായയുടെ അഭിനയം ഉണ്ടല്ലോ, അത് ഇംപ്രസീവ് ആയിരുന്നു. ഇംപ്രസീവ് മീൻസ് അട്രാക്റ്റീവ്, മനസ്സിൽ തട്ടുന്നതായിരുന്നു. ദാൻ എ ഹ്യൂമൻസ്, അതിനകത്തുള്ള മനുഷ്യ കഥാപാത്രങ്ങൾ അഭിനയിച്ചേക്കാൾ കൂടുതൽ മനോഹരമായിട്ട് ഈ റിൻ ടിൻ ടിൻ എന്ന നായ അഭിനയിച്ചതായിട്ട് സത്യജിത് റേ ഓർക്കുന്നു. ലേറ്റർ വി ഗോട്ട് ടു സീ 3 or 4 അതർ ഫിലിംസ്. പിന്നീട് ഞങ്ങൾ 2-3 മറ്റ് സിനിമകൾ കണ്ടിട്ടുണ്ടായിരുന്നു. വിത്ത് എ കോലി. അതിനകത്ത് ഒരു കോലി ഉണ്ടായിരുന്നു. കോലി മീൻസ് ഡോഗ്, എ കൈൻഡ് ഓഫ് ഡോഗാണ്, ഷീപ്പ് ഡോഗാണ്. ആടുകളൊക്കെ മേക്കാൻ വിടുമ്പോൾ അവരെ സൂക്ഷിക്കുന്ന നായ. എ കോലി കോൾഡ് ലാസി. ആ നായയുടെ പേര് ലാസിയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇറ്റ് സീംഡ് ദാറ്റ് ദ ഡയറക്ടർ കുഡ് മേക്ക് ലാസി ഡു ജസ്റ്റ് അബൌട്ട് എനിത്തിങ്. സത്യജിത് റേക്ക് തോന്നുകയാണ് ഡയറക്ടറാകുന്ന ഈ സിനിമ പിടിച്ച ഡയറക്ടർക്ക് ലാസി എന്ന് പറയുന്ന ഈ നായ കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യിപ്പിക്കാൻ കഴിയും.
John Provost as Timmy. These trained dogs were famous stars in And, of their own course, rights. Lassie. ഈ സ്റ്റാർസ് ഉണ്ടല്ലോ, റിൻടിൻടിൻ അതുപോലെ തന്നെ ലാസി, ഇവരൊക്കെ യഥാർത്ഥ സ്റ്റാറുകൾ തന്നെയാണ്. അവരുടേതാകുന്ന രീതിയിൽ അവർ സ്റ്റാർസ് തന്നെയാണ്. ആൻഡ് ദീസ് ട്രെയിൻഡ് ഡോഗ്സ് വർ ഫേമസ് സ്റ്റാർസ് ഇൻ ദെയർ ഓൺ റൈറ്റ്സ് ആൻഡ് ദ മണി ദ ഏൺഡ്. അവർ സിനിമ അഭിനയിച്ചിട്ട് കിട്ടുന്ന, അവർ നേടുന്ന പണം ഉണ്ടല്ലോ, വാസ് നോട്ട് ലെസ് ദാൻ വാട്ട് എ റിയൽ ഫിലിം സ്റ്റാർ ഗോട്ട്. ഒരു യഥാർത്ഥ ഫിലിം സ്റ്റാറിന് ലഭിക്കുന്നത് പോലെ തന്നെ ഉണ്ടായിരുന്നു. അതിലൊട്ടും കുറവുണ്ടായിരുന്നില്ല. നോ ലെസ് ദാൻ മീൻസ് കുറവുണ്ടായിരുന്നില്ല. ദ ഓണേഴ്സ് കുഡ് ഈസിലി മേക്ക് ആസ് മച്ച് ആസ് 100,000 rupees. അതുകൊണ്ട് തന്നെ ഈ നായകളുടെ ഉടമസ്ഥർക്ക് അവർക്ക് ലക്ഷക്കണക്കിന്, 100,000 ലക്ഷക്കണക്കിന് രൂപ അവർക്ക് നേടാമായിരുന്നു ഫ്രം ജസ്റ്റ് വൺ ഫിലിം, ഒരൊറ്റ സിനിമയിൽ നിന്ന്. ഐ റിയലൈസ്ഡ് ഹൗ റെവറൻലി ദീസ് ആനിമൽ ആക്ടേഴ്സ് വർ ട്രീറ്റഡ്. സത്യത്തിൽ മറ്റൊരു സംഭവത്തെക്കുറിച്ച് പറയുകയാണ്. ഞാൻ ഒരു കാര്യം റിയലൈസ്ഡ്, അണ്ടർസ്റ്റുഡ്, മനസ്സിലാക്കിയിട്ടുണ്ട്. എത്രത്തോളം റെവറൻലി മീൻസ് റെസ്പെക്റ്റ്ഫുള്ളിയാണ്, ആദരവോടെ ദീസ് ആനിമൽ ആക്ടേഴ്സ് വർ ട്രീറ്റഡ്. ഈ മൃഗകഥാപാത്രങ്ങളോട് വളരെയധികം ആദരവോടെയാണ് സിനിമാ സെറ്റിലൊക്കെ അവരോട് പെരുമാറുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വെൻ ഐ ഹാപ്പൻ ടു സീ ദ ഷൂട്ടിംഗ് ഓഫ് എ ഫിലിം 20 years ago ഇൻ ഡിസ്നി സ്റ്റുഡിയോ ഇൻ ഹോളിവുഡിലെ ഡിസ്നി സ്റ്റുഡിയോയിൽ, നിങ്ങൾക്ക് ഇവിടെ കാണാം, ഡിസ്നി സ്റ്റുഡിയോയിൽ, ഹോളിവുഡിലെ ഡിസ്നി സ്റ്റുഡിയോയിൽ ഒരു ഷൂട്ടിംഗ് പ്രോസസ്സ് സത്യത്രയെ കാണുകയുണ്ടായി. അപ്പോൾ സത്യത്രയ്ക്ക് മനസ്സിലായി ഈ മൃഗകഥാപാത്രങ്ങളോട് വളരെയധികം ആദരവോടെയാണ് സിനിമാ സെറ്റിലെല്ലാവരും അവരോട് പെരുമാറുന്നത്. ദ മെയിൻ ക്യാരക്ടർ ഇൻ ദിസ് ഫിലിം വാസ് എ ലാർജ് ഡോഗ്. സത്യത്ര ഡിസ്നി സ്റ്റുഡിയോയിലേക്ക് എത്തിയിരിക്കുകയാണ്. അയാൾ ഷൂട്ടിംഗ് പ്രോസസ്സ് കാണാൻ വേണ്ടി വന്നതാണ്. അവിടെ ചെന്നപ്പോഴേ സത്യത്ര കണ്ടു. അതിനകത്തുള്ള പ്രധാന കഥാപാത്രം ഒരു ലാർജ് ഡോഗ്, ഒരു വലിയ നായയാണ്. ഐ റീച്ച്ഡ് ദ സ്റ്റുഡിയോ ടു ഫൈൻഡ് ദാറ്റ് ദ ഷൂട്ടിംഗ് ഹാഡ് നോട്ട് യെറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ ഡിസ്നി സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നു. അപ്പോഴും ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടില്ല. സത്യത്ര അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ദ ക്യാമറാമാൻ വാസ് ഗെറ്റിംഗ് ദ ലൈറ്റ്സ് റെഡി. അവിടെ ക്യാമറാമാൻ ഉണ്ട്. അയാൾ തൻ്റെ വെളിച്ചമൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് കസ്റ്റമറി. ഇത് ഒരു യൂഷ്വൽ സംഭവമാണ്. ഇറ്റ്സ് എ നോർമൽ തിങ് ഫോർ ആക്ടേഴ്സ് ടു ബി പ്രസൻറ്റ് വെൻ ദ ലൈറ്റ്സ് ആർ അറേഞ്ച്ഡ്. ക്യാമറാമാൻ തൻ്റെ ലൈറ്റ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ എല്ലാ ആക്ടേഴ്സും അവിടെ പ്രസൻ്റ് ആയിരിക്കണം എന്നുള്ളത് ഒരു കസ്റ്റമറിയാണ്, ഒരു സാധാരണ സംഭവമാണ്. എന്തേ അത്? ഫോർ ദേ ഹാവ് ടു ഷോ ദ ക്യാമറാമാൻ ഹൗ ദേ വിൽ വാക്ക്. അവർ ക്യാമറാമാനെ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. റിയൽ ഷൂട്ടിങ്ങിന് മുമ്പ് ക്യാമറാമാൻ ഒരു ഐഡിയ വേണം. അപ്പോൾ എങ്ങനെ അവർ ഓരോ ഇടത്തിലൂടെ നടക്കുമെന്നും വേ ദേ വിൽ സ്റ്റാൻഡ്, അവരൊരു പ്രത്യേക സ്ഥലത്ത് വന്ന് എങ്ങനെ നിൽക്കുമെന്നൊക്കെ ക്യാമറാമാന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ക്യാമറാമാൻ്റെ മുമ്പിൽ എല്ലാ ആക്ടേഴ്സും ഇങ്ങനെ നിന്ന് കൊടുക്കുന്നത് സാധാരണമാണ്. പിന്നെ പെർട്ടിക്കുലർ ഷോട്ട്, ഒരു പ്രത്യേക ഷോട്ട് എടുക്കുന്നതിന് മുമ്പാണ് കേട്ടോ അത് ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് വെരി ഫേമസ് സ്റ്റാർസ്, പക്ഷേ വലിയ സ്റ്റാറുകളുടെ കേസ് എടുക്കുവാണെങ്കിൽ ദിസ് ജോബ് ഈസ് ഡൺ ബൈ ദ സ്റ്റാൻഡിൻസ്. ഈ ക്യാമറാമാന് ലൈറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത് യഥാർത്ഥ സ്റ്റാറുകളാവില്ല, അത് അവരുടെ സ്റ്റാൻഡിൻസ് ആവും. സ്റ്റാൻഡിൻ നിങ്ങൾക്കിവിടെ മീനിങ് കാണാം, പകരക്കാരനാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡ്യൂപ്പല്ല. സ്റ്റാൻഡിന് ഉദ്ദേശിക്കുന്നത് ടു ഷോ ദ ക്യാമറാമാൻ വോ ദേ വിൽ സ്റ്റാൻഡ്, വോ ദ മെയിൻ ആക്ടേഴ്സ് സ്റ്റാൻഡ് ഓർ വാക്ക് ഇൻ എ പെർട്ടിക്കുലർ ഷോട്ടും. ഒരു പ്രത്യേക ഷോട്ടിൽ യഥാർത്ഥ വലിയ സ്റ്റാറുകൾ എവിടെ നിൽക്കും, ഏതുകൂടെ നടക്കും എന്നൊക്കെ ക്യാമറാമാന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന യഥാർത്ഥ സ്റ്റാറിന് പകരം നിൽക്കുന്ന ആൾക്കാണ് സ്റ്റാൻഡിൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ നൽകിയിട്ടുള്ളത് നോക്കാം. എ സ്റ്റാൻഡിൻ ഈസ് യൂഷ്വലി എ പേഴ്സൺ ഹൂ ഈസ് ഫിസിക്കലി സിമിലർ ടു ദ റിയൽ സ്റ്റാർ. സ്റ്റാൻഡിൻ എന്ന് പറഞ്ഞാൽ ഒരു പകരക്കാരനാണ്. അത് യഥാർത്ഥ സ്റ്റാറിൻ്റെ ഫിസിക്കലി സിമിലറാണ്. അയാളുമായിട്ട് ശാരീരികമാകുന്ന എല്ലാ സാമ്യങ്ങളും ഉണ്ടാവും. അത്തരം ആൾക്കാണ് സ്റ്റാൻഡിൻ എന്ന് വിളിക്കുന്നത്. ദ സ്റ്റാർസ് ദംസെൽസ് ആർ ഓൺലി വെൻ ദ ലൈറ്റ്സ് ആർ റെഡി. ഇനി വലിയ സ്റ്റാറുകൾ, യഥാർത്ഥ വലിയ സ്റ്റാറുകൾ എത്തിച്ചേരുന്നത് ക്യാമറമാൻ തന്നെ ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് റെഡി ആയാൽ, ആൻഡ് ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് എ ഷോട്ട്, ഒരു യഥാർത്ഥ ഷോട്ട് എടുക്കാൻ സമയവുമായാൽ വലിയ സ്റ്റാറുകൾ എത്തിച്ചേരും. അങ്ങനെ സത്യത്ര സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഹിയർ ഇൻ ഡിസ്നി സ്റ്റുഡിയോ, ഇവിടെ ഡിസ്നി സ്റ്റുഡിയോയിൽ ഐ നോട്ടീസ്ഡ് ദാറ്റ് എ ഫ്യൂ ആക്ടേഴ്സ് വോ മൂവിങ് അബൌട്ട് ഇൻ ദ സെറ്റ്. സത്യത്ര അവിടെ എത്തിച്ചേർന്നപ്പോഴാണ് കണ്ടത് കുറേ ആക്ടേഴ്സ് സെറ്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിക്കുന്നുണ്ട്. ആൻഡ് ഓൺ വൺ സൈഡ്, ഒരു വശത്ത് സത്യത്രയെ കണ്ടെത്തുവാണ് സ്റ്റാൻഡിങ് ക്വയറ്റ്ലി, ശാന്തമായിട്ട്, സ്റ്റാൻഡിങ് കാംലി, ശാന്തനായി നിൽക്കുക, വാസ് ദ പ്രൊട്ടഗോണിസ്റ്റ്, മെയിൻ ക്യാരക്ടർ. പ്രൊട്ടഗോണിസ്റ്റ് മീൻസ് കേന്ദ്ര കഥാപാത്രമാണ്. അതാരാണ്? ദ സെയിം ലാർജ് ഡോഗ്. അയാൾ കയറി ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്ന ലാർജ് ഡോഗ് ഉണ്ടല്ലോ, അതവിടെ ഇങ്ങനെ
ഇരിക്കുന്നുണ്ട്. അയാൾ പ്രതീക്ഷിച്ച ലാജ് ഡോഗ്, അതാണല്ലോ അതിൽ കേന്ദ്ര കഥാപാത്രം. ദ ക്യാമറമാൻ ഷൗട്ടഡ് ടു എവരി വൺ ടു ടേക്ക് ദ പൊസിഷൻസ്. ക്യാമറമാൻ എല്ലാവരോടും ഇങ്ങനെ ഒച്ച വയ്ക്കുന്നുണ്ട്, വിളിച്ചു പോകുന്നുണ്ട് അവരുടെ സ്ഥാനത്ത് പോയി നിൽക്കാനും. ബട്ട് ദ ഡോഗ് റിമൈൻഡ് വേർ ഇറ്റ് വാസ്. പക്ഷെ നായ അവിടെ നിന്ന് അനങ്ങുന്നേ ഇല്ല. അത് എവിടെയാണോ നിന്നത് അവിടെ തന്നെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ദിസ് പസിൽഡ് മീ. സത്യത്തിലേ പറയാം, ഈ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പസിൽഡായി. പസിൽഡ് മീൻസ് കൺഫ്യൂസ്ഡ്. എന്നെ ശരിക്കും വിഷമിപ്പിച്ചു. എൻ്റെ സംശയം അതാണ്, കുഡ് ഇറ്റ് ബി ദാറ്റ് ഇറ്റ് വാസ് നോട്ട് റിക്വയർഡ് ഇൻ ദ നെക്സ്റ്റ് ഷോട്ട്. ഒരു പക്ഷേ ഈ ലാർജ് ഡോഗ് എടുക്കാൻ പോകുന്ന ഷോട്ടിൽ അതിന് റോളൊന്നും ഉണ്ടാവില്ല, അത് ആവശ്യം ഉണ്ടാവില്ല എന്ന് സത്യത്തിലേക്ക് സംശയം. ആവശ്യം ഉണ്ടാവുമോ ഒരു ചോദ്യമാണ്. ആവശ്യം ഉണ്ടാവുമോ എന്ന് സത്യത്തിലേക്കൊരു സംശയം. ബിഫോർ ഐ കുഡ് ആസ്ക് സമ്മൺ, എൻ്റെ സംശയം ആരോടെങ്കിലും ചോദിക്കണതിന് മുമ്പ് എ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻഡ്. ഒരു വിചിത്രമാകുന്ന സംഭവം അവിടെ നടന്നു. എന്താണ്? ഫ്രം നോവോ അപ്പിയർഡ് എ ലിറ്റിൽ ഡോഫ്. എവിടെ നിന്നറിയില്ല, സത്യത്തിലെ കണ്ടില്ല. ഒരു അപ്പിയർഡ് എ ലിറ്റിൽ ഡോഫ്, ഒരു ഡോഫ് പ്രത്യക്ഷപ്പെട്ടു. ഡോഫ് അറിയാലോ, എ ഷോർട്ട് പേഴ്സൺ, ഉയരം വെക്കാത്ത ആൾ. ഫോളോഡ് ബൈ അനദർ മാൻ ക്യാരിയിങ് എ ഹാരി ഡോഗ് സ്കിൻ. അയാളുടെ തൊട്ട് പിറകിൽ വേറെ ആളും കൂടെ ഉണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ, ഡോഫിൻ്റെ പിറകിലുള്ള ആളുടെ കയ്യിൽ ഒരു ഹാരി ഡോഗ് സ്കിൻ ഉണ്ടായിരുന്നു. നായയുടെ തൊലി കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരു ഉടുപ്പ്, ഒരു കോട്ട് പോലെ സാധനം ഉണ്ടായിരുന്നു. ദെൻ ടു മൈ പെർഫെക്റ്റ് അമേസ്മെൻറ്റ്, സത്യത്തിലെ പറയാം, എനിക്ക് ശക്തമാകുന്ന അസ്റ്റോണിഷ്മെൻ്റ് ഉണ്ടാക്കിക്കൊണ്ട്, അമേസ്മെൻറ്റ് മീൻസ് അസ്റ്റോണിഷ്മെൻറ്റ് അല്ലെങ്കിൽ സർപ്രൈസ്, അതുണ്ടാക്കിക്കൊണ്ട് ദ ഡോഫ് വെൻഡ് ഡൗൺ ഓൺ ഓൾ ദ ഫോഴ്സ്. അവിടെ ഡോഫ് വെൻഡ് ഡൗൺ ഓൺ ദ ഫോഴ്സ് വിത്ത് ഹാൻഡ്സ് ആൻഡ് നീസ് ഓൺ ദ ഗ്രൗണ്ട്. നിലത്ത് കൈയും കാലൊക്കെ മുട്ടിച്ചുകൊണ്ട് ഒരു നായപോലെ, ജസ്റ്റ് ലൈക്ക് ആൻ എ ഡോഗ്, ഒരു ഡോഗിനെ പോലെ ഓൺ ദ ചോക്ക്. അവിടെ നായക്ക് നടന്നു പോകാനുള്ള ഒരു അടയാളം ചോക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ചോക്ക് മാർക്കിലൂടെ ഫ്ലോറിലൂടെ ഈ ഡോഫ് ഇങ്ങനെ നായ പോലെ ചലിക്കാൻ തുടങ്ങി. ജസ്റ്റ് ലൈക്ക് ആൻ ആനിമൽ, ശരിക്കും ഒരു ആനിമലിനെ പോലെ തന്നെ. ആൻഡ് ദ ഡോഗ് സ്കിൻ വാസ് ഡ്രൈപ്ഡ് ഓവർ ഹിം. ഈ മാത്രമല്ല, ഈ ഡോഫിൻ്റെ മേലെ ഒരു ഡോഗിൻ്റെ സ്കിന്ന് കൊണ്ട് നിർമ്മിതമായിട്ടുള്ള കോട്ടുണ്ടല്ലോ, ഉടുപ്പുണ്ടല്ലോ, അത് ഡ്രൈപ്ഡ് മീൻസ് കവേർഡ്, അത് ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഹി ക്രോൾഡ്. പിന്നീട് ഈ ഡോഫ് ഉണ്ടല്ലോ അതിങ്ങനെ ഇഴയാൻ തുടങ്ങി. ക്രോൾഡ് മീൻസ് ക്രെപ്റ്റ്, ഇഴഞ്ഞു. ഫ്രം വൺ മാർക്ക് ടു അനദർ, ചോക്ക് മാർക്കിലൂടെ ഒരു അടയാളത്തിൽ നിന്ന് മറ്റേ അടയാളത്തിലേക്ക് ഇങ്ങനെ ഇഴഞ്ഞു. ആൻഡ് ദ ക്യാമറമാൻ ഗോട്ട് ബിസി വിത്ത് ദ ലൈറ്റ്സ്. ക്യാമറമാൻ അയാൾ ഹാപ്പിയാണ്, അയാൾക്ക് വേണ്ടത് കിട്ടിയിട്ടുണ്ട്. കാരണം സ്റ്റാൻഡിനായല്ലോ, യഥാർത്ഥ സ്റ്റാറിന് പകരം, വലിയ സ്റ്റാറിന് പകരമുള്ള ഒരാൾ അവിടെ വന്ന് നിൽക്കണ്ടല്ലോ. ഗോട്ട് ബിസി വിത്ത് ദ ലൈറ്റ്സ്. അയാൾ തൻ്റെ ലൈറ്റുകൾ അറേഞ്ച് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഇറ്റ് ഫൈനലി ഡോൺഡ് അപ്പോൺ മീ. സത്യത്തിലെ പറയുക, എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് ഫൈനലി ഡോൺഡ് അപ്പോൺ മീ. ഇറ്റ് ബിക്കെയിം വെരി ക്ലിയർ ടു മീ. എനിക്ക് നന്നായിട്ടൊരു കാര്യം മനസ്സിലായി. ദാറ്റ് ദിസ് ഡോഫ് വാസ് പെയ്ഡ് ടു ബി ദ ഡോഗ് സ്റ്റാൻഡിൻ. ഈ സിനിമാ സെറ്റിൽ അല്ലെങ്കിൽ ഈ ഫിലിം കമ്പനിയിൽ ഈ ഡോഫിന് പണം കൊടുക്കുന്നത് ഈ വലിയ നായണ്ടല്ല, ലാർജ് ഡോഗ്, മെയിൻ പ്രൊട്ടഗോണിസ്റ്റ് പറഞ്ഞല്ലോ, ആ പ്രൊട്ടഗോണിസ്റ്റിൻ്റെ സ്റ്റാൻഡിനാവാൻ വേണ്ടിയിട്ടാണ് ഈ നായക്ക് ഈ ഡോഫിന് സിനിമാ സെറ്റിൽ പണം കൊടുക്കുന്നതിനുള്ള യഥാർത്ഥ വസ്തുത സത്യത്തിലേക്ക് മനസ്സിലായി. 5th paragraph. എവ്രി ആനിമൽ ഇൻ ഹോളിവുഡ് ഫിലിം ഈസ് വെൽ ട്രെയിൻഡ്. സത്യത്തിൻ്റെ ഒരു വീക്ഷണമാണ്, ഹോളിവുഡ് സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും എല്ലാ കഥാപാത്രങ്ങളും മൃഗങ്ങൾ കഥാപാത്രങ്ങളാണ്, അവർക്ക് മുഴുവനും നല്ല ട്രെയിനിങ് കിട്ടിയതാണ്. നമുക്ക് ഹോളിവുഡ് അറിയാലോ, ഇംഗ്ലീഷ് മൂവീസാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അത് ഹിന്ദി മൂവീസ് ആകുമ്പോൾ ബോളിവുഡ് വരുന്നുണ്ട്, കോളിവുഡ് വരുന്നുണ്ട്, ടോളിവുഡ് വരുന്നുണ്ട്. നമ്മുടെ മലയാളം സിനിമയെ നമ്മൾ മോളിവുഡൊക്കെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട്. നെക്സ്റ്റ് ലൈൻ നോക്കുക, നെക്സ്റ്റ് സെൻറ്റൻസ്. ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ടു ട്രെയിൻ എ ഹോഴ്സ് ഓർ എ ഡോഗ്. സത്യത്തിലെ പറയുക, ഒരു ഹോഴ്സിനോ അല്ലെങ്കിൽ ഒരു ഡോഗിനോ ട്രെയിനിങ് കൊടുക്കാൻ അത്ര പ്രയാസമല്ല. ബട്ട് ഹാവ് യു എവർ ഹേർഡ് ഓഫ് ട്രെയിൻഡ് റേവൻസ്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള റേവൻസിനെ കുറിച്ച്? റേവൻസ് മീൻസ് മലങ്കാക്കകളാണ്. എ കൈൻഡ് ഓഫ് ബേർഡ് ഓഫ് ക്രോ ഫാമിലി. ഒരു കാക്കയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു മലങ്കാക്കകളാണ് അത്. നോട്ട് ജസ്റ്റ് 1 or 2, 1-2 കാക്കകളല്ല ചോദിച്ചേ, ബട്ട് നിയർലി 100 ഓഫ് ദം. 100 കണക്കിന് മലങ്കാക്കകൾക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള മലങ്കാക്കകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ച്? ഈവൻ ദിസ് വാസ് മെയ്ഡ് പോസിബിൾ ഇൻ ഹോളിവുഡ്. ഹോളിവുഡ് സിനിമയിൽ ഇത് പോലും സാധ്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 100 കണക്കിന് ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള മലങ്കാക്കളെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഹോളിവുഡ് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്, ഹോളിവുഡ് ഇംഗ്ലീഷ് കോൺസെപ്റ്റുള്ള സിനിമകളാണ്, എസ്പെഷ്യലി അമേരിക്കൻ സിനിമകൾ, US സിനിമകൾ. അത് നമ്മൾ ഹിന്ദിയിലേക്ക് വരുമ്പോൾ ബോളിവുഡ് അറിയാലോ, കോളിവുഡ് ഉണ്ട്, ടോളിവുഡ് ഉണ്ട്. മലയാളം സിനിമകളെ നമ്മൾ
മോളിവുഡ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഈവൻ ദിസ് വാസ് മെയ്ഡ് പോസിബിൾ ഇൻ ഹോളിവുഡിൽ ഇതുപോലും സാധ്യമാക്കിയിട്ടുണ്ട്. എപ്പോഴാണ്? വെൻ ദ ക്രിയേറ്റർ ഓഫ് സം ഓഫ് ദ ബെസ്റ്റ് സസ്പെൻസ് ഫിലിംസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് സിനിമ ചരിത്രത്തിലെ ഏറ്റവും നല്ല സസ്പെൻസ് സിനിമകളുടെ ക്രിയേറ്റർ നോക്കാം, ഇവിടെ പ്രൊഡ്യൂസറാണ്, സൃഷ്ടാവ് അല്ലെങ്കിൽ നിർമ്മാതാവ്. സം ഓഫ് ദ ബെസ്റ്റ് സസ്പെൻസ് ഫിലിംസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് സിനിമയുടെ ഏറ്റവും നല്ല പ്രൊഡ്യൂസറാകുന്ന ആൽഫ്രഡ് ഹിച്ച്കോക്ക്, ഡയറക്ടറുടെ പേരാണ്. അയാൾ തൻ്റെ ഒരു സിനിമ പിടിച്ചു, ഡിസൈഡ് ടു മേക്ക് എ ഫിലിം കോൾഡ് ബേർഡ്സ്. അയാൾ പിടിച്ച സിനിമയുടെ പേര് ആണ് ബേർഡ്സ്. നിങ്ങൾക്കിവിടെ കാണുന്നത് പോലെ തന്നെ. ഇൻ ദ സ്റ്റോറി ബേർഡ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് സ്റ്റാർട്ട് അറ്റാക്കിംഗ് ഹ്യൂമൻസ്. ഈ സിനിമയിൽ, ബേർഡ്സ് എന്ന സിനിമയിൽ ലോകമെമ്പാടുമുള്ള പക്ഷികൾ വന്നിട്ട് മനുഷ്യരെ ആക്രമിക്കുക ചെയ്യുന്നത്. ആൻഡ് ഇൻ ദ സ്റ്റോറി ബേർഡ്സ് ഫ്രം പറഞ്ഞല്ലോ, ഹിച്ച്കോക്ക് നീഡഡ് എ വെറൈറ്റി ഓഫ് ബേർഡ്സ്. ഹിച്ച്കോക്കിന് ഈ സിനിമ പിടിക്കാൻ വേണ്ടി പലതരത്തിലുള്ള പക്ഷികളെ വേണം. ബട്ട് വാട്ട് വാസ് റിക്വയർഡ് ഇൻ ദ ലാർജസ്റ്റ് നമ്പർ വാസ് റേവൻസ്. പക്ഷേ അയാൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ആരെയാ? റേവൻസിനെയാണ്. നോട്ടീസസ് വർ പ്ലേസ്ഡ് ഇൻ ദ പ്രസ് ഓൾ ഓവർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അയാൾക്ക് വേണം റേവൻസിന്. അതുകൊണ്ട് അയാൾ ന്യൂസ് പേപ്പറിനകത്ത് നോട്ടീസുകൾ ഇടുന്നു. അമേരിക്കയിലെ എല്ലാ ന്യൂസ് പേപ്പറിനകത്തും നോട്ടീസുകൾ വയ്ക്കുന്നു. ആസ്കിങ് പീപ്പിൾ ടു കോൺടാക്ട് ദ ഫിലിം മേക്കർ. അയാൾ ആവശ്യപ്പെടുന്നത് ഫിലിം മേക്കറാകുന്ന തന്നെ കോൺടാക്ട് ചെയ്യണം. ഇഫ് ദ ന്യൂ ഹൗ ടു ഗെറ്റ് ഹോൾഡ് ഓഫ് ട്രെയിൻഡ് റേവൻസ്. ആർക്കെങ്കിലും ട്രെയിൻഡ് റേവൻസിനെ ഗെറ്റ് ഹോൾഡ് മീൻസ് ഒബ്റ്റെയിൻ, സ്വന്തമായി ഉണ്ടാകുക, അവരുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആൽഫ്രഡ് ഹിച്ച്കോക്ക് ന്യൂസ് പേപ്പറിൽ പരസ്യം കൊടുക്കുന്നു. നെക്സ്റ്റ് പാരഗ്രാഫിൽ കാണാം, സമ്മൺ റിപ്ലൈഡ് വിത്തിൻ എ ഫ്യൂ ഡേയ്സ്. അല്പ ദിവസങ്ങൾക്ക് ശേഷം ഒരാൾ പ്രതികരിച്ചു. ആൻഡ് ഹിച്ച്കോക്ക് അയാളുടെ ആവശ്യപ്പെടാണ്. ഹി വാസ് ആസ്ക്ഡ് ടു ബ്രിങ് ഹിസ് ബേർഡ്സ്. ഹിച്ച്കോക്ക് അയാളുടെ തൻ്റെ പക്ഷികളെ കൊണ്ടുവരാൻ പറഞ്ഞു. ആൻഡ് ഹി അറൈവ്ഡ് വിത്ത് ഓൾമോസ്റ്റ് 100 ട്രെയിൻഡ് റേവൻസ്. അയാൾ വന്നത് 100ഓളം ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള കാക്കകളെ കൊണ്ടാട്ടാം. അഡ്മിറ്റഡ്ലി മീൻസ് certainly, ഉറപ്പായിട്ടും. ദ ട്രെയിനിങ് ഹാഡ് നോട്ട് ഗോൺ വെരി ബാഡ്. ഹിച്ച്കോക്കിന് മനസ്സിലായി അവരുടെ ട്രെയിനിങ് ഒട്ടും തന്നെ മോശമായിരുന്നില്ല. അത് സത്യത്തിൽ പിന്നീട് തിരിച്ചറിയുക ചെയ്യുന്നത്. ദാറ്റ് ഈസ് ടു സേ, എന്തെന്ന് വെച്ചാൽ ദേ കുഡ് നോട്ട് ഡു എനിത്തിങ് ദാറ്റ് മൈറ്റ് ബി സീൻ ആസ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് തങ്ങളുടെ കഴിവിൻ്റെ അപ്പുറത്തേക്കുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും, ബട്ട് ഈഫ് ആസ് മെനി ആസ് 50 റേവൻസ് ആർ ടോൾഡ് ടു പേർച്ച്. പക്ഷേ അതിനകത്തുള്ള ഒരു 50 റേവൻസ് അവർ പെർഫെക്റ്റ് ആണ്. അവരോട് നമ്മൾ പേർച്ച് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ, പേർച്ച് മീൻസ് സിറ്റ് ആസ് ഓൺ എ ബ്രാഞ്ച്, ഒരു മരക്കൊമ്പിൽ ഇങ്ങനെ വന്നിട്ട് ചേക്കേറിയിരിക്കുക. അങ്ങനെ അവരുടെ അടുത്ത് ആവശ്യപ്പെട്ടാൽ, ഇനിറോ അതും നിരന്തരമായിട്ട് വന്ന് ചേക്കേറാൻ അല്ലെങ്കിൽ അവിടെ വന്നിരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ, ഓൺ എ സ്പെസിഫൈഡ് സ്പോട്ട്, ഒരു പ്രത്യേക സ്ഥാനത്ത് വന്നിരിക്കാൻ വേണ്ടി പറഞ്ഞാൽ, ആൻഡ് ഇഫ് ദേ ഒബേ ദിസ് കമാൻഡ് ഇൻസ്റ്റൻ്റ്ലി. ഈ 50ഓളം കാക്കകൾ ആ കമാൻഡ് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് അവരാണ് അനുസരിക്കുകയാണെങ്കിൽ നമ്മോട് ചോദിക്കുക, ഈസ് ഇൻ ദാറ്റ് പ്രിറ്റി ഇംപ്രസീവ്, അത് വളരെ മനോഹരമല്ലേ? അപ്പോൾ അതിനകത്ത് ആ റേവൻസിൻ്റെ ആ ട്രെയിനിങ് എത്രത്തോളം കിട്ടിയെന്നുള്ളത് സത്യത്ര നമുക്ക് പറഞ്ഞു തരുന്നു. 7th നോക്കാം. നീഡ്ലെസ് ടു സേ, പറയേണ്ടതില്ലല്ലോ, ഇൻ അവർ കൺട്രി, നമ്മുടെ രാഷ്ട്രമാകുന്ന ഇന്ത്യയിൽ, ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഈസി ടു ഫൈൻഡ് ട്രെയിൻഡ് ആനിമൽസ്. ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള മൃഗങ്ങളെ കണ്ടെത്താൻ അത്ര എളുപ്പമൊന്നുമല്ല. ഓൾദോ സം ഫിലിംസ് ഹാവ് ബീൻ മെയ്ഡ് ഇൻ ബോംബെ ആൻഡ് മദ്രാസ്. എന്നിരുന്നാലും ചില സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ബോംബെയിലും മദ്രാസിലും. ദാറ്റ് ഇൻവോൾവ്ഡ് വർക്കിംഗ് വിത്ത് എലഫൻസ്. അത് ആനകളെ കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ടൈഗേഴ്സിനെ വെച്ചോട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ദ പെർഫോമൻസസ്, ആ സിനിമ കണ്ടപ്പോൾ സത്യത്തിൽ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, അവരുടെ പെർഫോമൻസ് ഉണ്ടല്ലോ, അഭിനയം അല്ലെ അവരുടെ പ്രകടനങ്ങൾ കണ്ടാൽ ഡിറ്റ് സജസ്റ്റ് ദാറ്റ്, ഇങ്ങനെ സൂചിപ്പിക്കുക, ദാറ്റ് ദേ വർ യൂസ്ഡ് ടു ഒബേയിങ് കമാൻഡ്സ് ഓൺലി എന്ന് പറയാം നമുക്ക്. അവർക്ക് കമാൻഡുകൾ മാത്രം ഇങ്ങനെ ചെയ്യാൻ കഴിയും. എന്ത് കമാൻഡ് കൊടുത്തു അതിങ്ങനെ അനുസരിക്കാൻ കഴിയുള്ളൂ. അഭിനയത്തിൻ്റെ ആ ഒരു തികവൊന്നും അവരിലില്ല. ഇൻ ബംഗാൾ ഇറ്റ് ഈസ് സംടൈംസ് പോസിബിൾ ടു ഫൈൻഡ് ക്ലവർ ഡോഗ്സ്. ബംഗാളിൽ നമുക്ക് സാധ്യമാണ് നല്ല സമർത്ഥരാകുന്ന നായകളെ കണ്ടെത്താൻ കഴിയും. പെർട്ടിക്കുലർലി പോലീസ് ഡോഗ്സിനെ കണ്ടെത്താം, വിച്ച് ആർ ക്വൈറ്റ് ഇൻ്റലിജൻറ്റ്. അവർ നല്ല സമർത്ഥരാണ്, ബുദ്ധിയുള്ളവരാണ്. ഇനി നമുക്ക് സത്യത്ര തൻ്റെ ആർട്ടിക്കിളിൻ്റെ പാതി ഇവിടെ നിർത്തുന്നത് ഒരു പ്രത്യേക സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടാണോ നോക്കാം. ഈ വൺ ഈസ് പ്രിപ്പയർഡ് ടു ബി പേഷ്യൻ്റ്. നമ്മൾ വളരെയധികം പേഷ്യൻ്റ് ആവാൻ ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ, ഇറ്റ് ഈസ് നോട്ട് ഓൾ ടുഗദർ ഇമ്പോസിബിൾ ടു ഗെറ്റ് ഗുഡ് പെർഫോമൻസസ് ഔട്ട് ഓഫ് ദം. ഈ കഥാപാത്രങ്ങൾ, ആനിമൽ ക്യാരക്ടേഴ്സ് കഥാപാത്രങ്ങളിൽ നിന്ന് നല്ല പെർഫോമൻസ് കിട്ടാൻ അത്ര അധികം അസാധ്യമൊന്നുമല്ല. ബട്ട് വൺ കണ്ടീഷൻ, നമ്മൾ പേഷ്യൻ്റ് ആവണം, ക്ഷമിക്കാൻ തയ്യാറാവണം.
ആസ് വി മാനേജ് ടു ഡു. ഞങ്ങൾ ഒരു കാര്യം ചെയ്ത് വിജയിച്ച്, മാനേജ് ടു ഡു മീൻസ് സക്സീഡഡ് ഇൻ ഡൂയിങ് സംതിങ് ഡിഫിക്കൽട്ട്. പ്രയാസമുള്ളൊരു കാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഏത് സിനിമ പിടിക്കുമ്പോഴറിയാം, ബൂലോ ഇൻ പദർ പാഞ്ചാലി. ബൂലോ എന്ന നായയെ ഞങ്ങൾ പിടിക്കുമ്പോൾ, പദർ പാഞ്ചാലി സത്യത്രയുടെ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഈ സിനിമ പിടിക്കുമ്പോൾ സത്യത്രയ്ക്ക് നല്ലൊരു പെർഫോമൻസ് ബൂലോയിൽ നിന്ന് കിട്ടി. അത് അവർ പേഷ്യൻ്റ് ആവാൻ അവർ കാണിച്ച ഒരൊറ്റ കാര്യം കൊണ്ടാണ് അവർക്ക് നല്ല പെർഫോമൻസ് കിട്ടുക. അപ്പോൾ നമ്മോട് പറയുകയാണ്, ആനിമൽ ക്യാരക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഈ ആർട്ടിക്കിളോടെ പറയുന്നു, ആനിമൽ ക്യാരക്ടേഴ്സിൻ്റെ അടുത്ത് നല്ല പെർഫോമൻസ് കിട്ടും, പക്ഷേ നമ്മൾ അതിന് പേഷ്യൻ്റ് ആവാന്നുള്ള ഒരൊറ്റ കണ്ടീഷൻ വെച്ചിട്ട്.